ആളുകൾക്ക് ഇങ്ങനെ ഇപ്പൊ വലിയ ഡൗട്ടാണ് ചിലർക്കൊക്കെ ഈ നിരീശ്വരവാദികളൊന്നും ഒക്കെ കേട്ടിട്ടേ ഒരു മുടി ഉണങ്ങിയ മാർക്കാണ് പലരും. ഈ നിരീശ്വരവാദികളുടെയും എക്സ് മുസ്ലിങ്ങളൊന്നും ഒരു വർത്താനം കേൾക്കാൻ പോരുത്. അതൊക്കെ കൂടി ചിലർക്കൊക്കെ ഇപ്പൊ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ ഡൗട്ട് ഇങ്ങനെ വരിക. പലരും വിളിച്ചിട്ട് പറയാണ്. അപ്പോഴാണ് ഈ സൂക്കടൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോ മുനാഫിക്കുകളെ പറ്റി ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഇളകുകയാണ്. ആ പണിക്കന്നെ പോയത്. അതിനുള്ള മറുപടി ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞോളാം. ഇന്നലെ അവിടെ കല്യാണശ്ശേരിയിൽ നിന്നപ്പോൾ ഒരാൾ വിളിച്ചാണ്, അതെ ഇപ്പൊ ഒരു റായത്ത് കിട്ടണില്ല. പ്രശ്നം എന്താ, ഈമാനിൽ ഇങ്ങനെ ഇളക്കം തട്ടാണ്. ഇതുകൊണ്ടാണ് തട്ടണത്. അത് നല്ല നല്ല പൈശാചിക വചനങ്ങളുണ്ടാവും. എന്നാലിപ്പോ ഒരു കോളേജിൽ ഇങ്ങനെ ഉണ്ടാവല്ലോ, ഒരു ആണും പാടെ ഒരു സെക്സ് രംഗം ഇങ്ങനെ ഫോട്ടോ വരച്ച് വെച്ചിട്ട് പറഞ്ഞു മൈ ബോഡി മൈ ചോയ്സ് എന്നാണ് എഴുതിച്ചത്. എന്തോരം നല്ല മുദ്രാവാക്യം പറയാം ചെറുപ്പക്കാർക്ക്. ശരിയല്ലേ? ഇതിലൊക്കെയാണ് വെക്കണത്. ഇത് അടിമയാണ്. ഏറ്റവും ടോപ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആ തങ്ങളെ പറ്റി അള്ളാഹ് പറയണത് എന്റെ അടിമയാണ്. എന്റെ അടിമക്ക് നമ്മുടെ ഏറ്റവും നല്ല അഡ്രസ്സ് അടിമ എന്നുള്ളതാണ്. ഇവിടെ ചോയ്സ് ഒന്നുമില്ല, അള്ളാഹ്ക്ക് മാത്രമേ ചോയ്സ് ഉള്ളൂ. നമ്മുടെ ചോയ്സാണ് നമ്മൾ ഉണ്ടായത്. നമ്മൾ ഉണ്ടാകുന്നതിലോ ഇന്ന കുടുംബത്തിലാണേലോ ഇന്ന കാലഘട്ടത്തിലാണേലോ ഇന്ന വാപ്പാനിമാനും മക്കളാണേലോ എന്തെങ്കിലും ചോയ്സ് നമുക്ക് ഉണ്ടായിരുന്നോ? അള്ളാന്റെ ഹിതത്തിനും അള്ളാന്റെ നിശ്ചയത്തിനും അനുസരിച്ച് ഉണ്ടായവരാണ്, നിലനിൽക്കുന്നവരുമാണ്. നിലനിൽപ്പും അള്ളാന്റെ ഹിതത്തെയും അള്ളാന്റെ കൃപയും ആശ്രയിച്ചാണ് ഓരോ സെക്കൻഡും ഉള്ളത്. ആ അള്ളാന്റെ അടിമയായിട്ട് ജീവിക്കൽ ഏറ്റവും രസമുള്ളതാണ്. ഒരു ടെൻഷനും ഉണ്ടാവില്ല. എന്നിട്ട് ഇങ്ങനെ സംശയമായിട്ട് നടക്കുക. ഏറ്റവും നല്ല മാതൃകാ യോഗ്യമായ ഒരു വാക്ക് പണ്ട് ഒരു അംസാജിനോട് പറഞ്ഞു. അംസാജി ഇപ്പൊ വരില്ല, വരാൻ വയ്യ, വീണാൽക്കുള്ളതാണ്. മൂപ്പരിനോട് പറഞ്ഞ നല്ലൊരു വാക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല സദസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഈ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും ഒന്നും ഞാൻ കേൾക്കലില്ല. മൂപ്പരിനോട് പറയാം, നാടന്മാർക്ക് ഏറ്റവും നല്ല മധുബതാണ്. അത് കേട്ട ഒരു മുടിയുങ്ങിയമാർക്കാവും. ഞങ്ങൾക്ക് കേൾക്കാം, ഞങ്ങൾക്ക് അതൊക്കെ കേൾക്കാം, വായിച്ചും ചെയ്യാം. നമുക്ക് അപ്പോൾ ഒരു കട്ടതും പുട്ടതൊക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൃത്രിമ കാട്ടി അതൊക്കെ നമുക്ക് മനസ്സിലാവും. നോക്കി കിട്ടാതെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചാൽ കഴിയില്ല. ശരിയാണല്ലോ. അതന്നെ ഈ കാരണം എക്സ് മുസ്ലിമുള്ളത് കേട്ടാലും നിങ്ങൾക്ക് സംഭവിക്കാം. വെറുതെ മാണ്ടാത്ത പണിക്കൊക്കെയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ കല്യാണശ്യത്തിലേക്കും ഒരാൾ കാക്കനാട്ടെന്നാണ് വിളിക്കണത്. കേസ് ഇതാണ്. നിസ്കരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, നിസ്കരിക്കും വേണം, നല്ല ഈമാൻ കിട്ടണോ, അത് കിട്ടണില്ല. നമുക്ക് ഫറലുള്ള പലതുകൾക്ക് ഫറലല്ല. മനസ്സിലുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ളത് തുടരാൻ പാടില്ല. ഓലൊക്കെ ഇപ്പോൾ കാണുന്നത് ഫറലുകളൊക്കെ അങ്ങനെ എപ്പോഴും കുറഞ്ഞുകൊണ്ട് കഴിഞ്ഞിടത്ത് അത്ര ഫറലൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെ നിസ്കാരത്തിന്റെ ഫറല്, ഷർത്ത്, ഇതിനൊക്കെ ഓൽക്ക് എന്തുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ഹനഫി മദ്ഹബിനെ തുടരുമ്പോൾ തന്നെ ഓല് ബിസ്മി ഓതണില്ല എന്നുണ്ടെങ്കിൽ തുടരാൻ പാടില്ല. അത് നമുക്ക് ഫറലാണ്, ഓൽക്ക് സുന്നത്താണ്. അപ്പൊ അതൊക്കെ ഓതുകയാണെങ്കിൽ കുഴപ്പമില്ല. ചിലവരിപ്പോ ആവത് ഞമ്മക്ക് ഓതൽ സുന്നത്താണ്. എല്ലാവരും ഓതലുണ്ടോ? നിങ്ങൾ ഓതലുണ്ടോ? ഓതുകൾ എന്നാ കമ്മിയാണ്. ഒക്കെയാണ് തെക്കുവരുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഞാൻ അധികം കേൾക്കല്. ആവത് ഓതില്ല, ഉച്ചത്തൊന്നും ഓതില്ല. അങ്ങനെ ഒരു ഹനഫി മദ്ഹബുകാരുണ്ട്. ഓ ആവത് ബിസ്മി ഒന്നും ഓതണില്ല. ഓ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാ തുടങ്ങണതെങ്കിൽ ഓനോട് പോലും തുടരാൻ പാടില്ല. وجب